വളരെ സന്തോഷം നിറഞ്ഞൊരു ഹാപ്പി ഫ്രെയിമിൻ്റെ വിശേഷങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. വിഷു എന്ന് പറയുന്നത് എനിക്ക് പണ്ട് തൊട്ടേ അത്രമാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇവൻ്റാണ്. പണ്ട് തൊട്ടേ വീട്ടിലെ വിഷുക്കണി എന്നുള്ളത് ഞാൻ ഭയങ്കര ഗ്രാൻഡ് ആക്കാറുണ്ട്. അതിൻ്റെ ഫുൾ ചുമതല എനിക്കാണ്. ആദ്യമേ പോയി ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് പിന്നെ വിളക്കും ബാക്കിയുള്ള കാര്യങ്ങൾ ഓട്ടുപാത്രങ്ങളൊക്കെ കഴിയണമെന്നോ അതെല്ലാം ഇന്ന് ചെയ്തു. നേരെ അതിന് ശേഷം കൊന്നപ്പൂ പറിക്കാനുള്ള പോക്കാണ് ഈ തോട്ടി കൊണ്ട്. ഒത്തിരി നാൾക്ക് ശേഷമാണ് ഞാൻ നാട്ടിൽ വിഷു ആഘോഷിക്കുന്നത്. അതുകൊണ്ട് ഭയങ്കര ഒരു പണ്ടത്തെ ഒരു ഫീലിങ്സ് എല്ലാം വന്നിട്ടുണ്ട്. ഇത് ഈ പറിച്ച വിഷുവിന് കൊന്നപ്പൂ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടില്ല. വീടിൻ്റെ അടുത്ത് തന്നെ നമുക്ക് കൊന്നപ്പൂ എല്ലാം കിട്ടി. ഇത്രയും കൊന്നപ്പൂ നമുക്ക് കണിക്ക് വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ചക്ക പറിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ മോളെ അടുത്ത വീട്ടിലെ ആൻറ്റി വന്നിട്ട് കളിപ്പിക്കുന്ന ഒരു സീനാണ് ഞങ്ങൾ കണ്ടത്. നമ്മൾ ചക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്ലാവൊക്കെ എയിം ചെയ്തു. ഇനിയിപ്പോൾ ചക്ക പറിക്കണം. ചക്ക പറിച്ചപ്പോൾ തന്നെ വലിയൊരു സീനുണ്ടായി. അതിപ്പോൾ പുറകെ കാണാം. അങ്ങനെ ഒരു തോട്ട് വെച്ചിട്ട് ഞാൻ ചക്ക പറിച്ചിട്ട് വന്ന സീൻ ഉണ്ടായെന്ന് വെച്ചാൽ ചക്ക വീണങ്ങ് ആറ്റിൽ പോയി. അങ്ങനെ താഴെ ആകാം. അത് കഴിഞ്ഞിട്ട് ഇതാ പറങ്ങിപ്പഴം പറിച്ചു. ഇപ്പം ചക്ക എടുക്കാൻ പോകുന്ന സീൻ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഞാൻ തിരിച്ച് ചക്ക എടുക്കാൻ പോയപ്പോഴത്തേക്കിനും ചെറിയതായിട്ട് ഒന്ന് മഴ പെയ്തപ്പോൾ തന്നെ ഭയങ്കര ഇരുട്ടുമായി. അപ്പം ഈ ഒരു കാട്ടിലിറങ്ങിയിരുന്നാണ് ആ കാണുന്ന പുഴയാണ്. ഇവിടെ ആ ചക്ക പറിച്ച് വീഴുന്നത് താഴെ ആയിപ്പോയി. അവിടെ നമ്മൾ തപ്പിപ്പിടിച്ച് ആ കാട്ടിനുള്ളിൽ നിന്ന് തപ്പിപ്പിടിച്ചിട്ട് ചക്ക കിട്ടിയിട്ടുണ്ട്. പറങ്ങാപ്പഴം കിട്ടി. ബാക്കിയുള്ള ഓൾറെഡി ഫ്രൂട്ട്സ് ഒക്കെ എനിക്ക് തോന്നി ഈ പ്രാവശ്യം ഞാൻ പുറത്തുനിന്നാണ് വാങ്ങിയത്. അപ്പം ഈ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ വളരെ സ്പെഷ്യലാണ് ഞങ്ങൾക്ക് വിഷു എന്ന് പറഞ്ഞാൽ. ഇപ്പം വേഗമുള്ള ഫസ്റ്റ് വിഷു ആണ്. പിന്നെ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ എല്ലാവരും വീട്ടിലുണ്ട് വിഷുവിന്. എല്ലാവരുടെയും കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ എല്ലാവരുടെയും ആ ഒരു അറ്റൻഷൻ പോകുന്നത് ഏകമോളുടെ അടുത്തേക്കാണ്. ലൈക്ക് അവളെ കളിപ്പിക്കുക. അപ്പം എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു ഈ പ്രാവശ്യത്തെ വെക്കേഷൻ, ഈ പ്രാവശ്യത്തെ വിഷുവിൻ്റെ കാര്യങ്ങൾ. അപ്പം ഞാൻ നേരെ നാളെ കനിയുടെ കാര്യത്തിലേക്ക് പോവുകയാണ്. അപ്പം എൻ്റെ കൃഷ്ണൻ അമേസിംഗ് ആയിട്ടുള്ളൊരു അത്ര ഓമയത്തുള്ളൊരു കൃഷ്ണനെ എനിക്ക് ഗുരുവായൂരിൽ വാങ്ങിക്കാൻ പറ്റി. കോളേജിൽ പഠിക്കുമ്പോൾ എനിക്ക് റെന്റ് കൊടുക്കാൻ തന്നെ കാശ് കൊണ്ട് ഞാൻ വാങ്ങിയ കൃഷ്ണനാണിത്. ബാക്ക് ഡ്രോപ്പിന്റെ സെലക്ഷനാണ് വിഷു കണിയുടെ. അപ്പം ടിപ്പിക്കലി കുറെ സാരിയൊക്കെ ഞാൻ എടുത്ത് വെച്ച് നോക്കി. ഏറ്റവും അവസാനം മിത്തുവിന്റെ ഒരു സാരി തന്നെ ബാക്ക് ഡ്രോപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ വിഷു കണി വെക്കാനുള്ളതാക്കി നമ്മൾ ആദ്യം കൃഷ്ണനെ വെച്ചു, ഔട്ടുള്ളി വെച്ചു, വിളക്ക് വെച്ചു. കണ്ണിന്റെ കമ്മലൊക്കെ ഊരിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഓൾറെഡി ചേച്ചിയുടെ ഉള്ളൊരു അടിപൊളിയായിട്ട് ജിമുക്കൊക്കെ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 13 വർഷത്തിന് മേലായി കൃഷ്ണൻ നമുക്കിവിടെ വീട്ടിൽ വന്നിട്ട്. കണ്ണനെ ഞാൻ ട്രെയിനിൽ സെക്കൻഡ് ക്ലാസ്സിൽ ഇടിച്ച് കുത്തി കയറിയത് കൊണ്ടുവന്നതാണ്. ഇത് നമ്മൾ നേരെ കണിക്കുള്ള കാര്യങ്ങളിലൊക്കെ ഓർക്കാണ്. നമ്മുടെ ഉരുളി നേരെ കുറച്ച് നികത്താൻ വേണ്ടിയിട്ട് നമ്മൾ അരി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രാവശ്യം നാം യൂക്രിഷിനെ കൊണ്ടാണ് കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാം ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചത്. കാരണം അവനും ഇങ്ങനത്തെ ഒരു ഫെസ്റ്റിവൽ കറക്റ്റ്ലി എന്താണ് എന്നുള്ളതൊക്കെ ഒന്ന് ഇൻവോൾവ് ചെയ്തിട്ട് അറിയണം എന്നുള്ളൊരു ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അവനും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഓരോ കാര്യങ്ങൾ അവന് ചെയ്യാനുള്ളത്. നോക്കൂ, കിച്ചണിൽ കയറി നമ്മൾ ഫ്രൂട്ട്സ് എല്ലാം കഴുകി പാവം എല്ലാം അടുക്കി വെച്ച് അതിൻ്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു എല്ലാം ചെയ്യുന്നത്. ഇങ്ങനെ ഈ കണീൻ്റെ കാര്യം മാത്രം കേട്ടോ. അപ്പോൾ ഈ കൂട്ടത്തിലെല്ലാം ഞാൻ ഈ പ്രാവശ്യം അവനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എല്ലാം അവനും കൂടെ പറഞ്ഞു കൊടുത്തു എങ്ങനെയൊക്കെ ചെയ്യണം, എന്തൊക്കെയാണ് ഇതിൻ്റെ പെർട്ടിക്കുലാരിറ്റീസ് എന്നുള്ളതൊക്കെ. നാട്ടുകാർ ഫുള്ള് പറയും എൻ്റെ ഒരു വിഷുക്കണി എന്ന് പറഞ്ഞാൽ ഒരു ബിനാല എഫക്റ്റ് ആണെന്നുള്ളത്. ഒരു ബെഡ്റൂം നിറച്ച് ഞാൻ എൻ്റെ ഒരു കണി വെച്ച സമയങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ പ്രാവശ്യം കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ള കാരണം അത്രയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും ഭയങ്കര നൈസ് ഡീസൻ്റ് ആയിട്ടുള്ള ഒരു വിഷുക്കണിയാണ് നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ ഒരുക്കിയത്. അതിനെല്ലാം ശേഷം നമ്മൾ വിഷുക്കണിയൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ പടക്കവും പൂത്തിരിക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് പോയി. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണെന്നുണ്ട്. അമ്മയുടെ കയ്യിലാണ് ഇപ്പം ഏകമോടെ ഇരിക്കുന്നത്. അവൾ ഈ പൂത്തിരിയുടെ ഈ സ്പാർക്കൊക്കെ കണ്ടിട്ട് വളരെ എക്സൈറ്റഡ് ആയിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അവർക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനത്തെ ലൈറ്റ്സ്, ആൾക്കാരൊക്കെ ഇങ്ങനെ പുറത്ത് പോകുന്നതും അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് ക്യാച്ചപ്പ് ചെയ്യുന്നൊരു ടൈം ആയതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ഇതൊക്കെ കാണാൻ വേണ്ടി. പക്ഷേ ഈ പടക്കം പൊട്ടിച്ചപ്പോഴൊക്കെ ഉണ്ടല്ലോ വലിയൊരു പേടിച്ചിട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് രാത്രി കിടന്നു. പിന്നെ ഞാൻ രാവിലെ എണീച്ചിട്ട് ഞാനാണ് വിളക്ക് കത്തിച്ചത്. വന്ന് വിളക്ക് കത്തിച്ച് കണികളെല്ലാം സെറ്റ് ചെയ്ത് എല്ലാവർക്കും കണി കാണാനൊക്കെ ഉള്ളൊരു ഇതിലേക്ക് ആക്കി വെച്ച് ഇനിയിപ്പം എല്ലാവരും ഓരോരുത്തരായിട്ട് വന്ന് കണി കാണേണ്ട ഇതാണ്. ഈ പ്രാവശ്യം ഞാൻ കണി വെച്ചത് സത്യം പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി കുറേ കൂടി ഇഷ്ടപ്പെടും. കാരണം ഒത്തിരി ഒന്നും ഇങ്ങോട്ട് ബൾക്കി ആക്കിയില്ല, എന്നാൽ ആവശ്യത്തിനെല്ലാം വെച്ച് ഭയങ്കരമായിട്ട് ഒരു ക്യൂട്ടായിട്ട് തന്നെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഓരോരുത്തർ വരികയാണ്. അച്ഛനും അമ്മയും പോയി ഞാൻ ആദ്യം വിളിച്ചു. അമ്മ ആദ്യം വന്ന് കണി കണ്ടു. അതിനുശേഷം അച്ഛൻ വന്ന് കണി കണ്ട് പ്രാർത്ഥിച്ചു.
ഞാൻ പിന്നീട് നേരെ പോയി മിത്തുവിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് കണി കാണിപ്പിച്ചു. അതിനുശേഷം ചേട്ടൻ ചേച്ചീനെയും യുകൃഷ്ണനെ കൊണ്ടുവന്നിട്ട് കണി കാണിപ്പിച്ചു. യുകൃഷ്ണ നമ്മുടെ ടിപ്പിക്കൽ രീതിയിലാണ് കേട്ടോ കണി കാണിപ്പിച്ച് കണ്ണൊക്കെ പൊത്തിക്കൊണ്ട് വന്നിട്ട് ചേച്ചിയും ചേട്ടനും കണിയിൽ നോക്കി എങ്ങനെ പ്രാർത്ഥിക്കണം എന്നൊക്കെ യുകൃഷ്ണൻ പറഞ്ഞു കൊടുത്തു. അതിനുശേഷം അച്ഛൻ യുകൃഷ്ണൻ കൈനീട്ടം കൊടുത്തു. അങ്ങനെ നമ്മുടെ സ്റ്റാർ ഹൈലൈറ്റ് ഓഫ് ദിസ് വിഷു ഏകമോള് വരാണ്. ഞാൻ പോയി എടുത്തിട്ട് വന്നു. ആള് നല്ല ഉറക്കത്തിലാണ്. വെളുപ്പിനെ 5 മണി കേട്ടോ, നല്ല ഉറക്കത്തിലാണ്. കരയുമോന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല പേടിയുണ്ടായിരുന്നു. ഞാൻ പതുക്കെ അവളെ കണിയുടെ മുമ്പിലേക്ക് വെച്ചു. എനിക്ക് ഈ ഒരു മൊമെൻ്റ് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇമോഷണലായിപ്പോയി. ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. വിളക്കെല്ലാം കത്തിച്ച് വെച്ചേക്കുന്ന ആ ഒരു പ്രകാശവും ആ ഒരു കളർഫുൾനെസ്സൊക്കെ അവൾക്ക് ഇഷ്ടമായതുകൊണ്ട് അവൾ കരഞ്ഞിട്ടൊന്നുമില്ല. അവൾ അതെല്ലാം നോക്കുന്നുണ്ടായിരുന്നു. അപ്പം എല്ലാവരും വന്ന് ബേബിക്ക് കൈനീട്ടം കൊടുത്തു. ഈ വർഷത്തെ ഏറ്റവും ലക്കിയസ്റ്റ് സ്റ്റാർ ഏകമോൾ തന്നെയാണ്. കാരണം ഇപ്പോൾ വീട്ടിലെ ഏറ്റവും കുട്ടി ഏകമോളാണല്ലോ. അപ്പം എല്ലാവരുടെ കയ്യിൽ നിന്നും കൈനീട്ടം വാങ്ങാനുള്ള ഭാഗ്യം അവൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഏകമോളുടെ ഫസ്റ്റ് വിഷുവിന് എല്ലാവരും കൂടെ ഉണ്ടായതുകൊണ്ട് ഭയങ്കരമായിട്ടും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. അച്ഛനും അമ്മയാണെന്നുണ്ടെങ്കിൽ ഇപ്പം 2 പേരക്കുട്ടികളെ ഈ പ്രാവശ്യത്തെ വിഷുവിന് അടുത്തുണ്ടായി. ഇനിയിപ്പം അവൾ കരഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. എല്ലാവരുടെ കയ്യിൽ നിന്നും കൈതട്ടൊക്കെ വാങ്ങി ഭയങ്കര ആയിട്ടും അതൊരു കൂൾ മൈൻഡിലിരിക്കുകയാണ്. പിന്നെ സദ്യക്കുള്ള ഒരുക്കങ്ങളൊക്കെ ആയി. എല്ലാവരും രാവിലെ പിന്നെ അമ്പലത്തിലെല്ലാം പോയി വന്നു. യുകൃഷ് കുഞ്ഞിനെ കളിപ്പിക്കുകയാണ്. ചേച്ചിയായിരുന്നു ഈ പ്രാവശ്യത്തെ സദ്യയുടെ ഫുൾ ഇൻചാർജ്. എല്ലാം കുക്ക് ചെയ്തു. ഏകദേശം എനിക്കൊന്ന് 1-2 കറി മാത്രം അമ്മ ഉണ്ടാക്കി, ബാക്കിയൊക്കെ ചേച്ചി ഉണ്ടാക്കി. അവർക്ക് നേരെ സദ്യ കഴിഞ്ഞിട്ട് പോകണമായിരുന്നു. അതുകൊണ്ട് ആ ഒരു ചുരുങ്ങിയ സമയം തന്നെ കൊണ്ട് തന്നെ ചേച്ചി അടിപൊളിയായിട്ട് സദ്യ ഉണ്ടാക്കി. കുഞ്ഞിങ്ങളെടുത്തിരുന്നിട്ട് ഫുഡ് കഴിക്കണം. കുഞ്ഞിൻ്റെ കൂടെ നിന്ന് ഫുഡ് കഴിച്ച ഒരു കുറച്ചും കൂടി ദിവസങ്ങളൊക്കെ കഴിഞ്ഞായിരുന്നെങ്കിൽ അവർക്ക് കൂടെ സദ്യ കഴിക്കാറുണ്ട്. കാരണം അവർക്ക് ചോറ് കൊടുത്തിട്ടില്ല. ഇപ്പം നമ്മൾ ചോറ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വിഷു കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ചോറ് കൊടുത്തത്. അവൾ കൂടെ നിന്നിട്ട് എല്ലാവരുടെ അടുത്ത് നിന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മുടെ കൂടെ തന്നെ ആയിരുന്നു. അങ്ങനെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. നമ്മൾ അടിപൊളി സദ്യയൊക്കെ കഴിച്ചു, പായസമെല്ലാം കുടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അവരോടെല്ലാം യാത്ര പറയുകയാണ്. ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ വർഷത്തെ വിഷു വിശേഷങ്ങൾ. വളരെയധികം സന്തോഷത്തോടെ എല്ലാവർക്കും വിഷുവൊക്കെ ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു. പോസ്റ്റ് ഇത്രയും ലേറ്റായി കേട്ടോ. എനിക്കിപ്പോഴാണ് എന്തൊന്നും പോസ്റ്റ് ചെയ്യാൻ സമയം കിട്ടിയത്. എല്ലാവരുടെയും വിഷു നന്നായിരുന്നു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.